വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ നമ്മുടെ ഫീമെയിൽ അസിസ്റ്റൻ്റ് പ്രിസണർ ഓഫീസറുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളുടെ പ്രിസണേഴ്സിൻ്റെ ലീവിനെ കുറിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. അത് നമ്മളെന്തായാലും അറിഞ്ഞിരിക്കണം. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ വരുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഈ അധ്യായം 30 പ്രിസണേഴ്സിൻ്റെ ലീവിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. അധ്യായം 30 കേട്ടോ. അധ്യായം 30 പ്രിസണേഴ്സിൻ്റെ ലീവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് കേട്ടോ. ഇനി നോക്കൂ, തടവുകാർക്ക് 2 തരം അവധികളാണ് ഉള്ളത്, സാധാരണവും അടിയന്തരവും. അപ്പോൾ തടവുകാർക്കുള്ള 2 അവധികളാണ്. ഏതൊക്കെയാണ്? സാധാരണവും അടിയന്തരവും. സാധാരണ അവധി താഴെ വ്യക്തമാക്കിയിരിക്കുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണ് അനുവദിക്കേണ്ടത്. അപ്പോൾ അവധി കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വ്യവസ്ഥകളൊക്കെ പാലിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഇവിടെ താഴെ പറയുന്നത് കേട്ടോ. നോക്കൂ, അവധി കഴിയുന്ന മുറയ്ക്ക് തടവുകാരനെ തിരികെ ജയിലിൽ ഹാജരാക്കിക്കൊള്ളാമെന്ന വ്യവസ്ഥ അംഗീകരിക്കുന്ന 5000 രൂപ വീതമുള്ള 2 ആളുകളുടെ ജാമ്യ ബോണ്ടുകൾ തടവുകാരനെ അവധിയിൽ വിടുതൽ ചെയ്യുന്നതിന് മുൻപായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒരു തടവുകാരനെ അവധിക്ക് വിടുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? 5000 രൂപ ഉള്ള 5000 രൂപ വീതമുള്ള 2 ആളുകളുടെ ജാമ്യ ബോണ്ടുകൾ എന്ത് ചെയ്യണം? അതിന് മുന്നേ ആയിട്ട് ഇവിടെ സമർപ്പിക്കേണ്ടതാണ് കേട്ടോ. ആരെയാണോ വിടുന്നത് അയാൾക്ക് വേണ്ടിയിട്ട് അവിടെ സമർപ്പിക്കേണ്ടതാണ്. അവധി കഴിഞ്ഞ് നിശ്ചിത ദിവസം ജയിലിൽ തിരികെ പ്രവേശിക്കാൻ കഴിയാതെ വരുന്ന ഒരാൾക്ക് ഹാജരാകാതിരുന്ന അത്തരം അനധികൃത കാലയളവ് കഴിഞ്ഞ് തിരികെ ജയിലിൽ പ്രവേശിച്ച തീയതി മുതൽ 1 വർഷക്കാലത്തേക്കോ പ്രസ്തുത കാലയളവ് സർക്കാർ ക്രമീകരിച്ച് നൽകുന്നതുവരെയോ വീണ്ടും അവധിക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ എന്താണ്? അവധി കഴിഞ്ഞിട്ട് വീണ്ടും അയാൾ തടവുകാരൻ തിരികെ ജയിലിലേക്ക് വരാതെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ എന്താണ്? അവർ തിരിച്ച് പ്രവേശിച്ച തീയതി മുതൽ 1 വർഷക്കാലത്തേക്കോ അല്ലെങ്കിൽ എത്രയാണോ കാലയളവുള്ളത് അത്രയും കാലയളവിലേക്ക് വീണ്ടും ഒരവധിക്ക് അയാൾ അർഹനായിരിക്കുന്നതില്ല എന്നാണ് കേട്ടോ ഇവിടെ പറയുന്നത്. അവധിയിലായിരിക്കെ ഒളിച്ചോടുന്ന ആൾക്ക് കാലയളവ് സർക്കാർ ക്രമീകരിച്ച് നൽകുന്നത് വരെ ഒരു തരത്തിലുള്ള അവധിയും അനുവദിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ഇനി അഥവാ എന്താണ് ഇവിടെ പറയുന്നത്? നമ്മൾ അവധിയിലായിരിക്കെ ഒരാൾ ലീവിന് പോയിരിക്കുന്ന ഒരു തടവ് പുള്ളിയാണെന്നുണ്ടെങ്കിൽ അയാൾ അവിടെ വെച്ചിട്ട് ഒളിച്ചോടുകയാണെങ്കിൽ ഒരു സർക്കാർ അടുത്തൊരു കാലയളവ് ക്രമീകരിച്ച് നൽകുന്നത് വരെ ആ ഒരു തടവുകാരൻ ഒരു തരത്തിലുള്ള അവധിയും തന്നെയാണ് കൊടുക്കാൻ പാടില്ല എന്നാണ് കേട്ടോ പറയുന്നത്. ഇനി നോക്കൂ, താഴെ പറയുന്ന വിഭാഗം തടവുകാർക്ക് അവധിയിൽ വിടുതൽ ചെയ്യാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ വേറെ കുറച്ച് വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് നമ്മുടെ അവധിക്കുള്ള അർഹത ഇല്ല. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പതിവ് കുറ്റവാളികളായി കണക്കാക്കപ്പെട്ടിട്ടുള്ള കുറ്റക്കാർ. പതിവ് കുറ്റവാളികളായിട്ട് മുദ്ര കുത്തിയിട്ടുള്ള കുറേ ആളുകളുണ്ടായിരിക്കും. പുറത്തിറങ്ങിയാൽ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവർ, പിന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമം 392 മുതൽ 402 വരെ വകുപ്പുകൾ അനുസരിച്ചും ബലാത്സംഗ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട തടവുകാർ, വധശിക്ഷയ്ക്ക് ശിക്ഷിക്കപ്പെട്ട തടവുകാർ. അപ്പോൾ ഇത്രയും പേർക്ക് അവധി കൊടുക്കാനുള്ള ഒരു അർഹത അവർക്കില്ല. ആരൊക്കെയാണ്? പതിവ് കുറ്റവാളികളായിട്ടുള്ള ആൾക്കാർ. പിന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമം 392 മുതൽ 402 വരെ വകുപ്പ് അനുസരിച്ചിട്ടും, പിന്നെ ബലാത്സംഗ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ഒരു തടവുകാരനാണെങ്കിലും അതുപോലെ തന്നെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു തടവുകാരനാണെങ്കിലും അവർക്ക് ലീവ് ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ. പക്ഷേ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാർ മേൽപ്പറഞ്ഞ വകുപ്പുകൾക്കു കൂടി ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രസ്തുത ശിക്ഷാകാലം കഴിഞ്ഞതിനു ശേഷം അവധി അനുവദിക്കാവുന്നതാണ് എന്നാട്ടോ ഇവിടെ പറയുന്നത്. ജീവപര്യന്തമാണ് ഒരാൾക്ക് ശിക്ഷ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ശേഷം ജീവപര്യന്തം ശിക്ഷ കഴിഞ്ഞതിന് ശേഷം അവധി അനുവദിക്കാവുന്നതാണ് കേട്ടോ. അതാണ് പറയുന്നത്. പിന്നെ അപകടകാരികളായി കണക്കാക്കപ്പെട്ടിട്ടുള്ള തടവുകാരും ഗുരുതരമായ ജയിൽ നിയമലംഘനങ്ങളായ കയ്യേറ്റം, ലഹള, കലാപം, തടവു ചാടൽ, ഗുരുതരമായ ചട്ടലംഘനത്തിലുള്ള ദുഷ്പ്രേരണ, പ്രക്ഷോഭം മുതലായവയും അതുപോലുള്ളതിലും ഉൾപ്പെട്ടിട്ടുള്ളവരും അവർക്കും ലീവിനുള്ള അർഹത ഉണ്ടായിരിക്കില്ല കേട്ടോ. മാനസിക രോഗാവസ്ഥയുള്ളതും പകർച്ചവ്യാധിയുള്ളതുമായ തടവുകാർ, അവർക്കും ലീവിനുള്ള അർഹത ഉണ്ടായിരിക്കില്ല. സാധാരണ അവധിക്കുള്ള അർഹത നിശ്ചയിക്കുമ്പോൾ തടവുകാരൻ്റെ 1 വർഷത്തെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് തടവ് ശിക്ഷ പൂർത്തിയാക്കിയ ഓരോ മാസത്തിനും 5 ദിവസം വീതമെന്ന കണക്കിലെടുക്കേണ്ടതാണ്. മാസത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം 15 ദിവസമോ അതിലധികമോ ആയാൽ
ആയത് 1 മാസമായി പരിഗണിച്ച് ആനുകൂല്യം നൽകേണ്ടതാണ്. ആദ്യത്തെ സാധാരണ അവധി ഡയറക്ടർ ജനറലും തുടർന്നുള്ള അവധി സൂപ്രണ്ടും അനുവദിക്കേണ്ടതാണ്. എന്നാൽ അവധി വ്യവസ്ഥകൾ ലംഘിച്ചാൽ തുടർന്നുള്ള അവധി ഡയറക്ടർ ജനറൽ മാത്രം പരിഗണിക്കേണ്ടതാണ്. ഒരു തടവുകാരൻ്റെ സാധാരണ അവധി ആരാണ്? ഡയറക്ടർ ജനറലും ബാക്കിയുള്ള അവധികളൊക്കെ പിന്നെ ആരാണ് അനുവദിക്കേണ്ടത്? സൂപ്രണ്ടുമാണ്. പക്ഷേ ഈ പറഞ്ഞ വ്യവസ്ഥകളൊക്കെ ലംഘിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒളിച്ചോടുകയാണ്, തിരികെ വരാണ്ടിരിക്കുക, അങ്ങനെയുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീടുള്ള അവർക്കുള്ള തടവുകാരനുള്ള അവധി നിശ്ചയിക്കുന്നത് ആരായിരിക്കും? ഡയറക്ടർ ജനറൽ മാത്രമായിരിക്കും കേട്ടോ. അവധിക്കുള്ള അർഹത കണക്ക് കൂട്ടുമ്പോൾ തടവുകാരൻ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞിരുന്ന കാലം അവധി അനുവദിക്കാനുള്ള അർഹതയ്ക്കുള്ള ശിക്ഷാകാലമായി അനുവദിക്കേണ്ടതാണ്. ഇപ്പോൾ തടവുകാരൻ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ എത്ര കാലം കഴിഞ്ഞോ അതും കൂടെ കൂട്ടിയിട്ട് ശിക്ഷാകാലമായി കണക്കാക്കിയിട്ട് അവധിക്കുള്ള അർഹത നിശ്ചയിക്കണം. അവധി അനുവദിക്കാനുള്ള ഓരോ അപേക്ഷയോടുമൊപ്പം തടവുകാരന് അവധി അനുവദിക്കുന്നത് മൂലം ക്രമസമാധാനത്തിനോ പ്രത്യേകിച്ച് തടവുകാരൻ്റെ സ്വന്തം സുരക്ഷിതത്വത്തിനോ മറ്റുള്ളവരുടെ സുരക്ഷയ്ക്കോ പ്രതികൂലമാണോ എന്നും തടവുകാരൻ ഒളിച്ചോടുന്നതിന് സാധ്യതയുണ്ടോ എന്നും മുമ്പ് അവധിയിലായിരുന്നപ്പോഴുമുള്ള മോശമായ ഏതെങ്കിലും പെരുമാറ്റത്തിൻ്റെ ചരിത്രമുണ്ടെങ്കിൽ അതിൻ്റെ അനുബന്ധ വിവരങ്ങളും ബന്ധപ്പെട്ട പോലീസ് സബ് ഇൻസ്പെക്ടറുടെ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കണം. ജയിൽ സൂപ്രണ്ട് ജയിലിലെ തടവുകാരൻ്റെ സ്വഭാവവും മുൻകാല ചരിത്രവും ഇതുവരെ അനുഭവിച്ചിട്ടുള്ള അവധിയുടെ വിശദ വിവരങ്ങളും സഹിതം വ്യക്തമായ ശുപാർശ നൽകേണ്ടതാണ്. ഇതോടൊപ്പം കുടുംബപരം, മറ്റ് സാമൂഹ്യ പശ്ചാത്തലം, അവധി കാലയളവിലെ സാമൂഹ്യ സ്വീകാര്യത എന്നിവ സംബന്ധിച്ചിട്ടുള്ള വിശദാന്വേഷണ റിപ്പോർട്ട് ജില്ലാ പ്രൊബേഷൻ ഓഫീസറിൽ നിന്നും ലഭ്യമായിരിക്കണം. ഇത്തരം റിപ്പോർട്ടുകൾ ആദ്യം സാധാരണ അവധി അനുവദിക്കാൻ ആവശ്യമാണ്. അപ്പോൾ ഒരു തടവുകാരന് അവധി അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ഒളിച്ചോടാൻ സാധ്യതയുണ്ടോ, ഇനി അയാൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അയാളുടെ ജീവനോ എന്തിനെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സുരക്ഷയ്ക്ക് അയാൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവന് ഹാനി ഉണ്ടാക്കുമോ, ഇതുപോലെയുള്ള, അല്ലെങ്കിൽ ഇനി അയാൾ മുന്നേ അവധിക്ക് പോയിരുന്ന സമയത്ത് എന്തെങ്കിലും മോശമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടോ, ഇതെല്ലാം ഒരു റിപ്പോർട്ടാക്കിയിട്ട് സമർപ്പിക്കേണ്ടതുണ്ട് അയാളെ വീണ്ടും അവധിക്ക് വിടുന്നതിന് മുന്നേ. 1 വർഷവും അതിലധികവും കാലത്തേക്ക് ശിക്ഷ വിധിക്കപ്പെട്ട സൽസ്വഭാവികളായ തടവുകാർക്ക് ആകെ ശിക്ഷയുടെ 1/3 ഭാഗമോ 2 വർഷമോ ഏതാണോ കുറവ് അത്രയും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സാധാരണ അവധിക്ക് അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഇത് ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു പോയിൻ്റാണ്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്തേക്കണേ. പിന്നെ നോക്കൂ, ഒരു കലണ്ടർ വർഷം ഒരു തടവുകാരന് 60 ദിവസത്തെ സാധാരണ അവധിക്ക് അർഹതയുണ്ട്. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഒരു കലണ്ടർ വർഷം ഒരു തടവുകാരന് എത്ര ദിവസത്തെ സാധാരണ അവധിക്ക് അർഹതയുണ്ട്? 60 ദിവസത്തെ 60 ദിവസത്തെ സാധാരണ അവധിക്കാണ് ഒരു കലണ്ടർ വർഷം ഒരു തടവുകാരന് അർഹതയുള്ളത്. ഒരു തവണ അവധിയുടെ കാലയളവ് 15 ദിവസത്തിൽ കുറവോ 30 ദിവസത്തിൽ അധികമോ ആയിരിക്കാൻ പാടില്ല. സാധാരണ അവധി ഒരു മാസികത്തിൽ 15 ദിവസമോ ഒരു അർദ്ധവർഷത്തിൽ 30 ദിവസമോ കവിയാൻ പാടില്ല. തടവുകാരന് അല്ലെങ്കിൽ തടവുകാരിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്രയും യാത്രാ സമയത്തിനും യാത്രാക്കൂലിക്കും ഒരു കലണ്ടർ വർഷത്തിലെ 2 തവണത്തേക്ക് എന്ന തരത്തിൽ മാത്രമേ അർഹതയുണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ നിങ്ങളിങ്ങനെ വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. ഇത് അങ്ങനെ എടുത്തൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വൺ വേർഡായിട്ട് വരുന്ന പോലെയല്ല വരിക. ഇത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലാണ് വരികയാണെങ്കിൽ വരാൻ ചാൻസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വായിച്ചിട്ട് മനസ്സിലാക്കുക. പിന്നെ ഇതിൻ്റെ PDF ഞാൻ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ എന്തായാലും അപ്ലോഡ് ചെയ്തിട്ട്, അപ്പോൾ ആവശ്യമുള്ളവർ ഞാനിതിൻ്റെ കമൻറ്റ് ബോക്സിൽ എൻ്റെ ടെലിഗ്രാം ചാനൽ ലിങ്ക് കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ കയറിയിട്ട് ജോയിൻ ചെയ്യുക കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് അവിടുന്ന് ഇതിൻ്റെ PDF നോട്ട് കിട്ടിയാൽ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തിട്ട് വായിച്ച് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയുള്ള പോയിൻറ്റ്സൊക്കെ നിങ്ങൾക്ക് നോട്ട് എഴുതിയെടുക്കും ചെയ്യാം കേട്ടോ. നോക്കൂ, ഏത് തരത്തിലുമുള്ള അവധിക്കും ഒരു കലണ്ടർ വർഷത്തിൽ ആകെ 4 തവണ വിടുതൽ ഉണ്ടായിരിക്കുന്നതും എന്നാൽ തുറന്ന ജയിലിലെ തടവുകാർക്ക് മാത്രം ഗാർഹിക അവധിക്കുള്ള വിടുതൽ കൂടി കണക്കാക്കി 5 തവണയെന്നും നിജപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഇതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഏത് തരത്തിലുള്ള അവധിക്കും ഒരു കലണ്ടർ വർഷത്തിൽ ആകെ 4 തവണയാണ് വിടുതലുണ്ടായിരിക്കുന്നത്. പക്ഷേ തുറന്ന ജയിലിലെ തടവുകാർക്ക് ഗാർഹിക അവധിക്കുള്ള വിടുതൽ കൂടി കണക്കാക്കി 5 തവണയെന്നും നിജപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നോർമൽ ഒരു പ്രിസൺ ആണെങ്കിൽ 4 തവണയും, പക്ഷേ ഓപ്പൺ പ്രിസണിലുള്ള തടവുകാർക്കാണെങ്കിൽ 5 തവണയും കൂടെ കൂട്ടിയിട്ട്
5 തവണയാക്കിയിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അവരുടെ ലീവ് എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് കേട്ടോ, ഓർത്തിരിക്കുക. പിന്നെ 10 ദിവസത്തിലധികമുള്ള അടിയന്തരാവധിക്ക് പോയി വന്നതിന് ശേഷമുള്ള ദിവസം മുതൽ തുടർച്ചയായി 6 മാസം ജയിലിൽ കഴിഞ്ഞവർക്ക് മാത്രമേ തുടർന്നുള്ള സാധാരണ അവധിക്ക് അർഹതയുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ 10 ദിവസത്തിൽ കൂടുതൽ അടിയന്തര ലീവിന് പോയി, 10 ദിവസത്തിലധികം പോയി, അതിനുശേഷം പിന്നെന്താണ്, വീണ്ടും അയാൾ വന്ന ദിവസം മുതൽ വീണ്ടും 6 മാസം തുടർച്ചയായിട്ട് എന്താണ് ശിക്ഷ അനുഭവിച്ചാൽ മാത്രമാണ് വീണ്ടും ഒരു സാധാരണ അവധിക്ക് അദ്ദേഹത്തിന് അല്ലെങ്കിൽ തടവുകാരന് അർഹതയുണ്ടായിരിക്കുകയുള്ളൂ. ജയിലിൽ തടവുകാരൻ്റെ ഒരക്കൗണ്ടിലും പണം അവശേഷിക്കാത്തതും സ്വന്തം ചെലവിൽ യാത്രാക്കൂലി വഹിക്കാൻ സാധിക്കാത്തതുമായ തടവുകാർ അവധിയിൽ പോകുമ്പോൾ സർക്കാർ യാത്രാക്കൂലി അനുവദിക്കേണ്ടതാണ്. അങ്ങനെ ഈ തടവുകാരൻ്റെ അക്കൗണ്ടിലൊന്നും പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, സ്വന്തം ചെലവിൽ പോകാനും കഴിയാത്തുള്ള തടവുകാരനാണെങ്കിൽ ഗവൺമെൻറ് എന്താണ് യാത്രാക്കൂലി അനുവദിക്കണം. ഈ ചട്ടത്തിൽ തടവുകാരൻ്റെ അക്കൗണ്ടിലുള്ളതായി വിവക്ഷിക്കുന്നത് തടവുകാരൻ്റെ സ്വകാര്യ പണമോ ഗ്രാറ്റുവിറ്റി ഇനത്തിലുള്ള തുകയോ ജയിലിലുള്ള വേതനമോ ആണ്. അപ്പോൾ ഇങ്ങനെ ഗവൺമെൻറ് ഇങ്ങനെ പൈസ കൊടുക്കുമ്പോൾ അത് ഏതിലാണ്, തടവുകാരൻ്റെ സ്വകാര്യ പണമോ അല്ലെങ്കിൽ അത് ഗ്രാറ്റുവിറ്റി ഇനത്തിലുള്ള തുകയോ അല്ലെങ്കിൽ ജയിലിൽ ഓരോ ജോലി എടുത്തതിൻ്റെ വേതനമോ ആയിട്ട് കണക്കാക്കിയിട്ടാണ് ആ പൈസ ഗവൺമെൻറ് തടവുകാരന് കൊടുക്കുന്നത് കേട്ടോ. ജയിലിൽ നിന്നും തടവുകാരൻ്റെ ഗൃഹത്തിലേക്കും തിരികെയുമുള്ള യാത്രയ്ക്ക് ആവശ്യമായ സമയം താഴെ വിശദമാക്കുന്ന തരത്തിൽ അവധിയോടൊപ്പം അനുവദിക്കാവുന്നതാണ്. ജയിലിൽ നിന്നും തടവുകാരൻ്റെ ഗൃഹത്തിലേക്കുള്ള ദൂരം ബേസ് ചെയ്തിട്ടാട്ടോ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ നോക്കൂ, 16 കിലോമീറ്ററോ കുറവോ ആയാൽ എന്താണ്, സമയം ആവശ്യമില്ല അവിടെ കേട്ടോ. യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള സമയം അനുവദിക്കേണ്ട. 16 കിലോമീറ്ററോ കുറവോ ആയാൽ. 16 കിലോമീറ്ററിലധികം 100 കിലോമീറ്റർ താഴെയാണെങ്കിൽ അര ദിവസം വീതം പോക്കുവരവിനായിട്ട് സമയം കൊടുക്കേണ്ടതാണ് കേട്ടോ. 100 കിലോമീറ്ററിലധികം 200 കിലോമീറ്ററിൽ താഴെയാണെങ്കിൽ ഒരു ദിവസം വീതം പോക്കുവരവിനായിട്ട് കൊടുക്കണം. 200 കിലോമീറ്ററിനും അതിനു മുകളിലാണെങ്കിൽ ഓരോ 200 കിലോമീറ്ററിനും ഓരോ ദിവസം എന്ന കണക്കിൽ പരമാവധി 3 ദിവസം പോക്കുവരവിനായിട്ട് സമയം കൊടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ കിട്ടണമല്ലോ, അപ്പോൾ ഒന്ന് മനസ്സിലാക്കി ഇരിക്കുക കേട്ടോ. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഇത് തടവുകാരൻ്റെ ഗൃഹത്തിലേക്കുള്ള ദൂരം വെച്ചിട്ടാണ്, ജയിലിൽ നിന്നും തടവുകാരൻ്റെ ഗൃഹത്തിലേക്കുള്ള ദൂരം വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ പഠിക്കണത് എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഇനി നോക്കൂ, തടവുകാരൻ ഗുരുതരമായ രോഗബാധിതനായാൽ. അവധിയിൽ കഴിയുന്ന തടവുകാരൻ ഗുരുതരമായ രോഗബാധിതനായതിനാൽ അനുവദിച്ചിട്ടുള്ള കാലയളവ് കഴിഞ്ഞ് തിരികെ ഹാജരാകാൻ സാധിക്കാതെ വരികയോ മറ്റേതെങ്കിലും തരത്തിൽ നേരിട്ട് ഹാജരാകാൻ കഴിവില്ലാതെ വരികയോ ചെയ്താൽ കൃത്യമായ വിവരം ജാമ്യക്കാരോ ബന്ധുക്കളോ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലും ജില്ലാ മെഡിക്കൽ ഓഫീസറെയും ബന്ധപ്പെട്ട ജയിൽ സൂപ്രണ്ടിനെയും അറിയിക്കേണ്ടതാണ്. ഇതിൽ വരുന്നൊരു മെയിൻ പോയിൻ്റ് എന്താണെന്നറിയോ, എവിടെ ഇങ്ങനെ ഒരു തടവ് പുള്ളി വന്നിട്ട് തിരിച്ച് ജയിലിലേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ ജാമ്യക്കാർ എവിടെയാണ് ഇൻഫർമേഷൻ കൊടുക്കേണ്ടത് എന്നുള്ളത് എവിടെയാണ്, പോലീസ് സ്റ്റേഷനിൽ, തൊട്ടടുത്ത പോലീസ് സ്റ്റേഷൻ, കൂടെ ജില്ലാ മെഡിക്കൽ ഓഫീസർ, പിന്നെ ബന്ധപ്പെട്ട ജയിൽ സൂപ്രണ്ടിനെയും അറിയിക്കേണ്ടതാണ്. ഇത് ഒന്ന് എഴുതി വെച്ചേക്കുക, എഴുതി വെച്ചിട്ട് വായിച്ച് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഇത് ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി ഇത് ആവർത്തിച്ചുകൂടാന്നില്ല. ഇനി നോക്കൂ, പോലീസ് സ്റ്റേഷനിൽ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ വിവരങ്ങൾ സ്വയം ബോധ്യപ്പെടുന്ന പക്ഷം ജയിൽ സൂപ്രണ്ടിന് റിപ്പോർട്ട് നൽകേണ്ടതുമാണ്. അതുപോലെ ജില്ലാ മെഡിക്കൽ ഓഫീസറോ ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസറോ തടവുകാരനെ സന്ദർശിച്ച് തടവുകാരന് സ്വയം ഹാജരാകുന്നതിന് എത്ര ദിവസം കൂടി ആവശ്യമായി വരുമെന്ന അഭിപ്രായം സഹിതം പോലീസ് സ്റ്റേഷൻ അധികാരിയെയും ജയിൽ സൂപ്രണ്ടിനെയും അറിയിക്കേണ്ടതാണ്. മതിയായ കാരണങ്ങളില്ലെങ്കിൽ പോലീസ് തടവുകാരനെ ഉടനടി അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് സമക്ഷം ഹാജരാക്കി നിയമ നടപടികൾക്ക് വിധേയനാക്കേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്നും കൂടെ വായിച്ചിട്ട് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഇതങ്ങനെ ഒരു ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമല്ല, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പുനരവലോകന സമിതി. പ്രതികൂലമായ പോലീസ് റിപ്പോർട്ടുകൾ മൂലം അവധി ലഭിക്കാത്ത ശിക്ഷാ തടവുകാരുടെ കേസുകൾ അവലോകനം ചെയ്യുന്നതിന് ഒരു സമിതി രൂപീകരിക്കേണ്ടതാണ്. സമിതിയിൽ താഴെ പറയുന്ന അംഗങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ ഈ പറയുന്ന അംഗങ്ങളാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കേട്ടോ. ഈ സമിതിയിലുള്ള അംഗങ്ങൾ ആരൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ വരിക.
അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആരൊക്കെയാണ്? ജില്ലാ കളക്ടർ ചെയർമാൻ ആയിരിക്കണം. ഈ സമിതിയുടെ ചെയർമാൻ ആരായിരിക്കും? ജില്ലാ കളക്ടർ ആയിരിക്കും. പിന്നെന്താണ്? പോലീസ് കമ്മീഷണർ അഥവാ സൂപ്രണ്ട് ഓഫ് പോലീസ് മെമ്പറായിട്ടുണ്ടാകും. പിന്നെ മേഖല ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ഉണ്ടാവും, അതും മെമ്പറാണ്. പിന്നെ കൺവീനറായിട്ട് ബന്ധപ്പെട്ട ജയിൽ സൂപ്രണ്ടാണ് ഉണ്ടായിരിക്കുക. പിന്നെ വീണ്ടും രണ്ട് മെമ്പർമാർ ചീഫ് വെൽഫെയർ ഓഫീസറും ബന്ധപ്പെട്ട പ്രൊബേഷൻ ഓഫീസറും. അപ്പോൾ ചെയർമാൻ ആരായിരിക്കും ഈ സമിതിയുടെ? ജില്ലാ കളക്ടറായിരിക്കും. പിന്നെന്താണ്? കൺവീനറോ ബന്ധപ്പെട്ട ജയിൽ സൂപ്രണ്ടായിരിക്കും കൺവീനർ എന്ന് പറയുന്നത്. പിന്നെ മെമ്പേഴ്സ് ആരൊക്കെയാണ്? പോലീസ് കമ്മീഷണർ അഥവാ സൂപ്രണ്ട് ഓഫ് പോലീസ് മെമ്പർ, പിന്നെ സൂപ്രണ്ട് ഓഫ് പോലീസ്, പിന്നെ മേഖല ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ്, പിന്നെ ചീഫ് വെൽഫെയർ ഓഫീസർ ആൻഡ് ബന്ധപ്പെട്ട പ്രൊബേഷൻ ഓഫീസർ. ഈ പ്രൊബേഷൻ ഓഫീസർ, ചീഫ് വെൽഫെയർ ഓഫീസർ ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ഒരു വട്ടം വന്ന ക്വസ്റ്റ്യനാണ്. ഈ സമിതിയിൽ ഉൾപ്പെട്ടത് ആരൊക്കെയെന്ന് ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഇവർ രണ്ടുപേരുമായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ബന്ധപ്പെട്ട ജയിൽ സൂപ്രണ്ടും ചീഫ് വെൽഫെയർ ഓഫീസറും ആയിരുന്നു അതിൽ ചീഫ് വെൽഫെയർ ഓഫീസറും ബന്ധപ്പെട്ട പ്രൊബേഷൻ ഓഫീസറും ആയിരുന്നു അതിൽ ആൻസറായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും ഈ സമിതി അവലോകന സമിതി എന്തായാലും എല്ലാവരും ഒന്ന് പഠിക്കുക കേട്ടോ. ഇത് എഴുതി വെച്ചിട്ട് തന്നെ പഠിക്കുക കേട്ടോ, ആരൊക്കെയാണ് ഈ സമിതിയിലെ അംഗങ്ങൾ ഉള്ളതെന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. നമ്മുടെ ലീവ് പ്രിസണേഴ്സിൻ്റെ ലീവ് ഞാനിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇന്ന് ഒരിത്തിരി തലവേദന ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. എന്തായാലും നിങ്ങൾക്ക് പോയിൻ്റുകളൊക്കെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്തിട്ട് നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇതിന് എന്തായാലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കുക. ബൈ ഹാർട്ട് ചെയ്തിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അറിഞ്ഞിരിക്കുക, ബാക്കി പറഞ്ഞ പോയിൻ്റുകളൊക്കെ അറിഞ്ഞിരിക്കുക. ഇനി ഈ സമിതി എന്തായാലും നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇതിലേക്ക് ഇത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾ മാത്സും ഇംഗ്ലീഷും മലയാളവും നല്ല രീതിയിൽ തന്നെ ഡെയിലി വർക്കൗട്ട് ചെയ്തിട്ട് തന്നെ പോവാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 73 ഭരണഘടനാ ഭേദഗതിയും 74 അത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് SCRT ഫാക്ടറും കൂടെ ഉൾപ്പെടുത്തിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ SCRT എന്നാണ് നമ്മുടെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയൊക്കെ SCRT എന്നാണ് കേട്ടോ വന്നിട്ടുള്ളത്. കാരണം ഇനിയും പറയാൻ പറ്റുമെന്നറിയില്ല. ഇനി പഠിച്ചവരാണെങ്കിൽ എന്താണ് റിവിഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ SCRT പഠിക്കുക കേട്ടോ. നമ്മുടെ ഈ ഫിസിക്സിലായാലും കെമിസ്ട്രിയിലായാലും ബയോളജിയിലായിട്ടും തന്നിട്ടുള്ള ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും SCRTയിൽ. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് റിവിഷൻ ആക്കിയിട്ട് കൊണ്ടുപോകാം കേട്ടോ. അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നു. പിന്നെ ഈ ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കുന്ന സമയത്ത് ഒരു പോയിൻ്റ് പോലും നമ്മൾ മിസ്സാക്കാൻ പാടില്ല. കാരണം നമ്മളവിടെ മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക. ഒരു ചെറിയൊരു സെൻറ്റൻസ് ആണെങ്കിൽ കൂടെ അത് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. കാരണം ചിലപ്പോൾ ആ സെൻറ്റൻസ് ആയിരിക്കും നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ തരിക കേട്ടോ. പിന്നെ ഈ ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോ അങ്ങനെയുള്ള പാസ്കൽ നിയമം അതൊക്കെ മുന്നേ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നും കൂടെ നോക്കുക. ന്യൂട്ടൺസ് ലോ, പിന്നെ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ എക്കണോമിക്സ്, സാമ്പത്തികം, അത് ബാങ്കുകൾ, അതൊക്കെ SCRT എന്നാണ്. ഇതുവരെ ചോദിച്ചു കണ്ടിട്ടുള്ളത് SCRT എന്നാണ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് അത് പഠിക്കാം കേട്ടോ. ഞാൻ എന്തായാലും ഇമ്പോർട്ടൻ്റ് 10ാം ക്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. അതെന്തായാലും ഞാൻ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. കാരണം അത് എനിക്കൊരു റിവിഷനാണ്. നിങ്ങൾക്കും അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പോയിൻ്റ് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. പിന്നെ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നുകയാണെങ്കിൽ, ഇനി എൻ്റെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ, ഇൻഫോർമേറ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ആ ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ. പിന്നെ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ താങ്ക് യു.